ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പേരുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. കൊച്ചിക്കോയയുടെ റെസിപ്പിയാണ്. ഇത് കൊച്ചിക്കാരുടെ വിഭവമല്ല കേട്ടോ, ഇത് താമരശ്ശേരിക്കാരുടെ ഒരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ കൊച്ചിക്കോയ വിഭവം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ചേരുവകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് അവിൽ മിൽക്കാണോ അല്ലെങ്കിൽ പാൽ പിഴിഞ്ഞതാണോ എന്നൊക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഡിഷ് കേട്ടോ, കൊച്ചിക്കോയ. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുപഴം മെയിനായിട്ട് വേണം. മൈസൂർ പഴം ഏത് പഴം വേണമെങ്കിലും എടുക്കുക. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. പിന്നെ ശർക്കര, ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ചെറുനാരങ്ങയുടെ നീരും ഇഞ്ചിയുടെ നീരും ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. പിന്നെ അവൽ, റെഡ് അവലാണ് എടുത്തിട്ടുള്ളത്, അത് കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ പാൽ പിഴിഞ്ഞത് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടൊരു ഡിഷാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിൽ മിൽക്കും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ ഡിഷാണ് ഇത്. ഈ കൊച്ചിക്കോയ കൊച്ചിക്കാരുടെ വിഭവമല്ല, താമരശ്ശേരിക്കാരുടെ വിഭവമാണ്. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ ഈ ചെറുപഴം നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കൈകൊണ്ട് ഉടയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ ചപ്പാത്തി കുഴലോ അല്ലെങ്കിൽ നല്ലോണം ഇതുപോലെ കുത്തി കൊടുക്കാൻ പറ്റുന്ന വലിയൊരു തവിയോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ജ്യൂസ് അടിച്ചെടുക്കരുത് കേട്ടോ, ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീര് 1 ടേബിൾ സ്പൂണും ഇഞ്ചിയുടെ നീര് 1 ടേബിൾ സ്പൂണും. ഒരുപാട് വേണ്ട കേട്ടോ, ഇഞ്ചിയുടെ കുത്തുന്ന ഫ്ലേവറൊന്നും വേണ്ട. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഉടച്ചിട്ട് അങ്ങോട്ട് നല്ലോണം സ്മൂത്ത് ആക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ നല്ലോണം എനിക്ക് ഉടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പം ചപ്പാത്തിയുടെ കുഴലാണ്. നമ്മൾ ശരിക്കും ഈ തൈരൊക്കെ കടഞ്ഞെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം വെച്ചിട്ടൊക്കെയാണ് കുത്തിയെടുക്കേണ്ടത്. അപ്പം അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയൊരു തവിയൊക്കെ എടുത്താൽ മതി. ഇനി നമ്മൾ അതേപോലെ തന്നെ വേറൊരു ബൗളിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ ശർക്കരയും, ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുക. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര, ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം മധുരത്തിനായിട്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളൂ. ഞാനിപ്പോൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ തന്നെയാണ് പാൽ പിഴിഞ്ഞത് ഉണ്ടാക്കുക, പക്ഷെ അതിൽ അവിൽ ചേർക്കില്ല. പിന്നെ അതുപോലെ ചെറുനാരങ്ങയുടെ നീരും ഇഞ്ചി നീരും ഒന്നും ചേർക്കില്ല. അപ്പോൾ അതാ ആ ശർക്കരയും നമ്മുടെ ചെറിയ ഉള്ളി രണ്ടും കൂടി മിക്സ് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് വീണ്ടും കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ തന്നെ വേണം, എന്നാലേ ആ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. സാധാ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറൊന്നും കിട്ടില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. വല്ലാണ്ട് കട്ടിയിലാവാനും പാടില്ല, എന്നാൽ ഭയങ്കര ലൂസാവാനും പാടില്ല. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ പാൽ പിഴിഞ്ഞൊക്കെ നമ്മൾ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുക. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ബിരിയാണിക്ക് ശേഷം കുടിക്കും. നമ്മൾ ദഹനം ശരിയാവാനും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾക്കത് തരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സംഭവം നല്ല സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ കൊച്ചിക്കോയ പേരെങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, കൊച്ചിക്കാരുടെ വിഭവമൊന്നുമല്ല. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേറ്റിൽ ആദ്യം അവലിട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. അവലിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ കറി പോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി കൈകൊണ്ട് നല്ലോണം ഒന്ന് അമർത്തി കുഴച്ചെടുത്തിട്ട് അങ്ങനെ കോരി കുടിക്കുന്ന രീതിയിലാണ് പ്ലേറ്റിലിട്ടിട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയപ്പം ഇതുപോലെ അവർ നമുക്ക് കഴിക്കാൻ തന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞത്. കഴിച്ച് നോക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ അവിൽ മിൽക്കും പാൽ പിഴിഞ്ഞതും കൂടിയുള്ളൊരു കോമ്പിനേഷൻ സംഭവമാണ്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ഒഴിക്കണം കേട്ടോ. ഒരുപാട് ഈ എന്താ പറയുക, പഴവും അതും കൂടിയുള്ള മിക്സ് ഈ അവലിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം കൈകൊണ്ട് നല്ലോണം അമർത്തി കുഴച്ചെടുത്തിട്ട് ചോറ് കഴിക്കുന്ന പോലെ ഇങ്ങനെ കുടിക്കുന്ന പോലെയും കഴിക്കുന്ന പോലെയും അങ്ങനെ കഴിക്കണം. അപ്പോൾ അതുപോലെ ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ അതാ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് സംഭവം അടിപൊളിയായിട്ടോ. ചെറുനാരങ്ങയും അതുപോലെ ചെറുനാരങ്ങ നീരും അതുപോലെ ഇഞ്ചിയുടെ നീരും കൂടി ചേർത്തുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റ് തന്നെ വന്നു. സാധാ പാൽ പിഴിഞ്ഞതും അതുപോലെ അവിൽ മിൽക്കിൻ്റെ ആ ടേസ്റ്റ് അല്ല. പിന്നെന്താ, നല്ല ശരീരത്തിന് നല്ലതുമാണല്ലോ. വിശപ്പും ദാഹവും നന്നായിട്ട് ശമിക്കും ഈ ഒരു ഡിഷ് കൊണ്ട്.
അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.